കോഴിക്കോട് രാമനാട്ടുകരയിൽ തീപിടുത്തം. ഫറോക്ക് നഗരത്തിലുള്ള പെയിന്റ് കടയ്ക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേന എത്തി തീയണച്ചു. നന്ദഗോപാൽ വിശദാംശങ്ങളുമായി. നന്ദു, ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് തീപിടിച്ചത്? കാര്യമായ നാശനഷ്ടങ്ങളുണ്ടോ? ഇന്ന് അല്പസമയം മുൻപാണ് രാമനാട്ടുകര എയർപോർട്ട് റോഡിലെ പെയിന്റ് കടയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുകളിലത്തെ നിലയിൽ വീണ്ടും തീ പടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മീൻചന്തയിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. കടയുടെ താഴത്തെ നിലയിലുള്ള ഒരു സ്റ്റോറേജ് റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. പിന്നീട് അത് പടരുകയായിരുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സമീപത്ത് തന്നെ നിരവധി കടമുറികളുമുണ്ട്. അതുകൊണ്ട് തീ അങ്ങോട്ടൊന്നും പടരാതിരിക്കാനുള്ള പ്രാഥമിക നടപടികൾ കൂടെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പെയിന്റ് ഉൾപ്പെടെയുള്ള കെമിക്കൽ വസ്തുക്കളായതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൂടെ ഫയർഫോഴ്സ് പറയുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റാണ് നിലവിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരി.